ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അപകടം ഉണ്ടായിട്ട് ഒരു ബൈസ്റ്റാൻഡർ അമ്മ മരിക്കുന്നത്, രോഗിയുടെ അമ്മ മരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം അന്ന് വലിയ ബഹളമുണ്ടായി, വലിയ വിവാദമുണ്ടായി, വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഏതാണ്ട് സമാനമായ സംഗതിയാണ് കൊല്ലത്തെ സംഭവത്തെ തുടർന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കുവാൻ ഒരു മരണം സംഭവിക്കണം, ഒരു അത്യാഹിതം സംഭവിക്കണം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നോക്കൂ, ഈ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ മറ്റേ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ ഒരു പ്രശ്നം, അദ്ദേഹം ഒരു ഇഷ്യൂ ഉന്നയിച്ചപ്പം ഹെൽത്ത് മിനിസ്റ്റർ അതിനോട് റെസ്പോണ്ട് ചെയ്ത് നമ്മൾ കേട്ടില്ലേ, അത് സിസ്റ്റം ഫെയിലറാണ്, സിസ്റ്റത്തിൻ്റെ പരാജയം എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എല്ലാ കാര്യങ്ങളും താഴേക്കിടയിൽ ഇറങ്ങി ഒരു സ്കൂളിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ ഉത്തരവാദപ്പെട്ട മിനിസ്റ്റർ പറയുകയാണ് സിസ്റ്റം തകരാറാണ്. അത് അങ്ങനെ ഒരു മിനിസ്റ്റർക്ക് എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പറ്റുക എന്നുള്ള ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പല കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും പ്രതിഷേധത്തിനിടയാക്കും. ഇവിടെ ഇപ്പം ദിവ്യ പറഞ്ഞതുപോലെ ഈ ഇലക്ട്രിക് ലൈൻ അത് സാധാരണഗതിയിൽ പാലിക്കേണ്ട റൂൾസ് ഒന്നും പാലിച്ചിട്ടില്ല. ഒന്നെന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്നും ആ ലൈനിലേക്ക് ഒരു ഇലക്ട്രിക് ലൈനിലേക്കുള്ള ദൂരത്തിന് കണക്കുണ്ട്, അത് പാലിച്ചിട്ടില്ല. അതേപോലെ ഈ പറയുന്ന കെട്ടിടവും ഇലക്ട്രിക് ലൈനും തമ്മിലുള്ള അകലം അതും നിയമപരമായിട്ട് പാലിക്കേണ്ട ദൂരം പാലിച്ചിട്ടില്ല. ഇതിങ്ങനെയൊക്കെ ആയിരിക്കെ ഇതിനെങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി? അപ്പോൾ എല്ലാ വർഷവും അധ്യയന വർഷത്തിന് മുമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടി? അത് വളരെ പ്രധാനമല്ല. ഇത്രയും തൂങ്ങിയ ഒരു ഇലക്ട്രിക് ലൈൻ അതിൽ പോകുമ്പോൾ അത് മാറ്റാതെ തരില്ല എന്നെന്തുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞില്ല? അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന് ആ ചോദ്യങ്ങൾ ഉയരും, ഉത്തരവാദികളായ ആളുകൾ ശിക്ഷിക്കണമെന്ന് ആവശ്യം വരും. അതിൽ സർക്കാർ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പം അടുത്ത കാലത്തായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സ്വഭാവത്തിലുള്ള സംഭവങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ വലിയ തോതിൽ ബാധിക്കുന്നതാണത്. തിരുവനന്തപുരത്തെ സംഭവം, കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവം, ഏറ്റവും ഒടുവിൽ ഇത് സംഭവിക്കുന്നു. അതിനു മുമ്പ് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവിടെ ഇലക്ട്രിക് ലൈനിലൊരു കുട്ടി തട്ടിയിട്ടാണ്, ചെരുപ്പെടുക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ കൈ തട്ടിയാണ് അപകടം സംഭവിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്താണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏറ്റവും ഫ്രഷ് ബിൽഡിംഗ് ആണത്. ഏറ്റവും മുന്തിയ സന്നാഹങ്ങളോടുകൂടി ഉണ്ടാക്കിയ കാഷ്വാലിറ്റി, അതാണ് ആലോചിക്കേണ്ടത്. കാഷ്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടങ്ങളിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. അവിടെയാണ് വലിയ തോതിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു, തീപിടുത്തം ഉണ്ടാകുന്നു, രോഗികളെ എടുത്ത് ആളുകൾക്ക് ഓടേണ്ടി വരികയാണ്, പുക നിറയുന്നു, ആളുകൾക്ക് ഓടേണ്ടി വരുന്നു. അപ്പോൾ അതിൽ അന്ന് പറഞ്ഞത് ഈ പറയുന്ന ഇലക്ട്രിക് കമ്മീഷണറേറ്റ് അന്വേഷിക്കും, വേണ്ട നടപടികൾ എടുക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ വല്ലതും കേട്ടോ? അതിൻ്റെ റിപ്പോർട്ട് വല്ലതും കണ്ടോ? ആർക്കെതിരെ നടപടി എടുത്തോ? നമുക്ക് ഇത്രയും പുതിയൊരു ബിൽഡിങ്ങിൽ എല്ലാ ആധുനിക സന്നാഹങ്ങളോടും കൂടി ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങിൽ, അതും ക്രിട്ടിക്കലായി അപകടത്തിലൊക്കെ പെട്ട രോഗികളെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുരാലയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു, രോഗികളെ എടുത്ത് ഓടേണ്ടി വരുന്നു. എന്നിട്ട് ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തെങ്കിലും എന്താ പറയുക, നടപടി അതെന്ന് വെച്ചാൽ ഒരു ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു നടപടിയായിട്ട് കാണുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നട്ടുകൾ ലൂസായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണ സംവിധാനത്തിന് നട്ടുകൾ ലൂസായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അത് കാണിക്കുന്നത്. അതിനിടയിലാണ് ഈ പറഞ്ഞ കീമുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. ഒരു എൻട്രൻസ് ടെസ്റ്റ് അതിലെ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം അത് തിരുത്തേണ്ടി വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് മാറ്റേണ്ടി വരിക എന്ന് പറയുന്നത്, അത് ഇതിൽ പങ്കാളികളായിട്ടുള്ള ഇതിൽ പങ്കെടുത്ത ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച കുട്ടികൾക്ക് മേലുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ട്രോമ മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. അതിനകത്തുണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള കെയോസ് അതിനകത്തുണ്ട്. അതൊക്കെ പോട്ടെ, ഈ സ്കോർ ലിസ്റ്റിലുണ്ടായിരുന്ന പിള്ളേരനുഭവിക്കുന്ന മാനസികമായ ആഘാതമുണ്ടല്ലോ, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് നമ്മളതിനെ മെഷർ ചെയ്യുക? ഇത്രയും ഭീകരമായ രീതിയിൽ അതിന് പറയുക, അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണപരാജയം എന്ന് പറയുന്ന സംഗതി പല തലത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം അങ്ങനെ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ നിലക്കുള്ള ഒരു ഭരണപരമായ ഒരു പരാജയത്തിൻ്റെ ഒരു ഇതാണ് എന്ന് അങ്ങനെ പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റില്ല. നേരത്തെ ഓഫ് കോഴ്സ് KSEB അതിൽ അങ്ങനെ ഒരു ലൈൻ അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിരുന്നു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ അതേക്കുറിച്ച് ആലോചിക്കേണ്ടതായിരുന്നു. അതൊക്കെയാണ്. പക്ഷേ ഇതിന് ഇപ്പോൾ കോട്ടയത്തുണ്ടായ സംഭവം,
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംഭവം ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ജനങ്ങൾ കാണുക. ഇവിടെ കാര്യങ്ങൾ ഒരുതരം ബനാന റിപ്പബ്ലിക് ആയിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഒരുതരം അരാജകാവസ്ഥയിലേക്ക് പോവുകയാണ്, കയോട്ടിക്കാണ് സിറ്റുവേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഫെയിലറാണ് എന്നൊരു ഫീല് ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്.